ഹായ് ഫ്രണ്ട്സ്, ഫിറ്റ്നസ് വിത്ത് മാത്യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഏതാണ് നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിൽ പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഉപയോഗിച്ചിട്ട് മസിലിന്റെ വലിപ്പവും ശക്തിയും കൂട്ടുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഏതാണ് നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഫിറ്റ്നസും യൗവനവും ആരോഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ട് പലരും പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ചിലർ നടക്കാൻ പോകുന്നു, ചിലർ ഓടാൻ പോകുന്നു, ചിലർ ഗെയിംസിലോട്ട് പോകുന്നു, ചിലർ യോഗ ചെയ്യുന്നു, ചിലർ ജിമ്മ് ചെയ്യുന്നു. ഏതാണ് ഏറ്റവും നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്? അത് നമുക്ക് വാക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നടത്തത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. വാക്കിംഗ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റിയാണ് നടത്തം. അതിനൊരു പ്രധാന കാരണം ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്. അതുകൊണ്ടാണ് പലരും വാക്കിങ്ങിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ വാക്കിംഗ് നല്ലൊരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണോ? വാക്കിങ്ങുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മസിലുകൾ വലുതാക്കാനും ശക്തിപ്പെടുത്താനും പറ്റുമോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാക്കിംഗ് അത്രയും മോശമല്ലാത്തൊരു കാർഡിയോ എക്സർസൈസ് ആണെന്ന് പറയാം. അത്ര നല്ലൊരു കാർഡിയോ എക്സർസൈസ് എന്നാലും കുഴപ്പമില്ലാത്തൊരു കാർഡിയോ എക്സർസൈസ് ആണ്. പക്ഷേ വാക്കിങ്ങിന്റെ എക്സസൈസിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണ്. നമ്മളൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ ആ എക്സർസൈസ് നമ്മുടെ അല്ലെങ്കിൽ ആ മസിലിന് ഇന്റൻസിറ്റി കൊടുക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. ഒരു ബോഡി പാർട്ടിന് നമ്മൾ എക്സർസൈസ് ഇന്റൻസിറ്റി കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു എക്സർസൈസ് ചെയ്തു, ഞാനൊരു 10 കിലോ എടുത്ത് ഒരു ബൈസെപ്സിന് ചെയ്തു. ആ എക്സർസൈസ് 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുമ്പോൾ നമ്മൾ ഫെയിലിയർ ആവും. പിന്നെ ഒരു 60 സെക്കൻഡ് നേരത്തെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ അണയ്ക്കുന്ന ഒരു 30 to 60 സെക്കൻഡ്സ് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എക്സർസൈസിനെ ഇന്റൻസിറ്റിയുള്ള എക്സർസൈസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ വാക്കിങ്ങിലോട്ട് പോകാം. വാക്കിങ്ങിലോട്ട് നമ്മൾ ആദ്യം 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നടന്നാലും നമുക്ക് ഈ പറയുന്ന ഇന്റൻസിറ്റി ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ചിലർ സംസാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മിക്കവാറും കുറെ ആളുകളൊക്കെ നടക്കുന്നത് സിറ്റിയിലാണ്. സിറ്റി ലൈഫൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ മിക്കവാറും പാർക്കിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലേസിലൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ദുബായിൽ കുറച്ച് ആളുണ്ടായിരുന്നപ്പോൾ ദുബായിൽ എല്ലാവരും നടക്കാൻ പോകുന്ന പാർക്കിലാണ്. അതൊരു ഹൊറിസോണ്ടൽ പ്ലേസ് ആണ്. ദേശം ഒരു 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ അവർ നടക്കുന്നു. ഈ അരമണിക്കൂറിന് ഒന്നാമത് ആ ഒരു എക്സർസൈസിന് ഇന്റൻസിറ്റി ഇല്ല. ഏറ്റവും അവസാനം ഒരു എത്തുമ്പോഴേക്കായിരിക്കും, അവസാനത്തിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും അണയ്ക്കാൻ തുടങ്ങുക. രണ്ടാമത് ഈ എക്സർസൈസിന് ഓവർലോഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവും വളരെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ കൂട്ടി ലോഡ് ചെയ്യാം, പക്ഷെ അതിനും ഒരു പരിധി ഉണ്ട്. പിന്നെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ട്രെഡ്മില്ലൊക്കെ ജിമ്മിലൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ സ്ലോപ്പ് കൂട്ടി അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാം. വലിയ കുഴപ്പമില്ലാതെ ചെയ്യാറുണ്ട്. ഞാനൊക്കെ ചെയ്യുമ്പോൾ ഇൻക്ലൈൻ കൂട്ടിയിട്ട് നടക്കുമ്പോൾ അത്യാവശ്യം ഒരു 5-10 മിനിറ്റോ നടന്നു കഴിയുമ്പോൾ നല്ലോണം അണയ്ക്കാറുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പക്ഷേ വാക്കിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വാക്കിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ മസിലിന്റെ ഒരു ചെറിയ ശതമാനം, അത് നമ്മുടെ അരക്കെട്ടിന്റെ അവിടെയുള്ള താഴോട്ടുള്ള മസിലുകൾ മാത്രമാണ് ഇതിൽ ഇൻവോൾവ്. അല്ലാതെ അരയ്ക്ക് മേലോട്ടുള്ള മസിലുകൾ ഒന്നും കാര്യമായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ നടത്തത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു ബോഡിക്ക് ഒരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത് ഈ നടത്തം തന്നെ വളരെ ഇന്റൻസിറ്റി കുറവുള്ള ഒരു എക്സർസൈസ് ആണ്. എല്ലാ ദിവസവും നടക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്നേക്ക് വേറെ എക്സർസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു എക്സർസൈസ് ഇന്ന് ചെയ്തു നാളെ ചെയ്തു 3 ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ശരീരത്തിനോട് റിപ്പയർ ചെയ്യാൻ കിട്ടുന്ന സമയം കിട്ടില്ല. അവിടെ ഫ്യൂച്ചറിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നടത്തം കൊണ്ട് കുറെ സ്ഥിരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റുകൾക്കൊക്കെ മുട്ടിന് വേദനയും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, നടത്തം ഒരു നല്ലൊരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ല. അതിന്റെ പ്രധാന കാരണം അതിൽ ഇൻവോൾവ് ആയ മസിൽസ് വളരെ കുറവാണ്. പിന്നെ അതിന് ഇന്റൻസിറ്റി കൂട്ടാനുള്ള സൗകര്യവും വളരെ കുറവാണ്. ശരീരത്തിന്റെ ഒരു 5 to 10% മസിലുകളെ നടത്തത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നടത്തം ഒരു നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ല. വാക്കിംഗ് ഈസ് നോട്ട് എക്സർസൈസ് എന്ന് പറയുന്ന ഒരുപാട് ഇതുകളുണ്ട്. നമുക്ക് വാക്കിംഗ് ഒരു എക്സർസൈസ് ആയിട്ട് പോലും പരിഗണിക്കേണ്ട എന്ന് പറയുന്ന വിദഗ്ധരുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നടത്താൻ തുടർന്നോളൂ. അതൊരു നല്ല ഹാബിറ്റാണ്. ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തരുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ നടത്തം തുടർന്നോളൂ. അത് നല്ല കാര്യമാണ്. ബെറ്റർ ദാൻ നത്തിങ്. അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇനി അടുത്ത എക്സർസൈസ് ആണ് ഓട്ടം, റണ്ണിങ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് കാർഡിയോ എക്സർസൈസ് ആണ്. ഏത് എക്സർസൈസാണ് ഓട്ടത്തിനേക്കാളും നല്ലൊരു കാർഡിയോ എക്സർസൈസ് ഇല്ല. കാരണം അത്ര ഹൃദയം പമ്പ് ചെയ്യുന്നു, നല്ലൊരു കാർഡിയോ എക്സർസൈസാണ്. പക്ഷേ റണ്ണിങ്ങിന് വേറൊരു പരിമിതി ഉണ്ട്. ഞാൻ നടത്തത്തിൽ പറഞ്ഞ പോലെ ഇൻവോൾവ് ആയ മസിലുകളുടെ ഇത് വളരെ കുറവാണ്. റണ്ണിങ്ങും നടത്തമൊക്കെ നമ്മുടെ ലോവർ ബോഡി മസിലിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് ഈ ലോവർ ബോഡിക്ക് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു മോശം കാര്യമല്ല. എല്ലാവരും അപ്പർ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി അപ്പർ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കും. പക്ഷേ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച്
പ്രത്യേകിച്ചും ഒരു മധ്യവയസ്സ കഴിഞ്ഞവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോവർ ബോഡിക്കാണ്. അപ്പൊ റണ്ണിങ് ഒരു ലോവർ ബോഡി നല്ലൊരു എക്സർസൈസ് ആണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ റണ്ണിങ് ഏറ്റവും ഇഞ്ചുറി സാധ്യതയുള്ള ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. കാരണം പ്രത്യേകിച്ച് വെയിറ്റ് കൂടുതലുള്ള ആളുകളൊക്കെ ഓടിക്കഴിഞ്ഞാൽ മുട്ടിനും ഹിപ്പിനും നട്ടലിനും ഒക്കെ കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്, തേയ്മാനം അല്ലെങ്കിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് ഈ റണ്ണിങ് കൊണ്ട്. അപ്പൊ റണ്ണിങ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള എക്സർസൈസ് ആണ്. പക്ഷെ അവിടെയും വേറെയും ഒരു അതിന്റെ മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ആയ മസിൽസ് വളരെ കുറവാണ്. ഫുൾ ബോഡിക്ക് റണ്ണിങ് ഒരു നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റന്റ് ട്രെയിനിങ്ങോ ഇന്റൻസിറ്റിയോ കൊടുക്കുന്നില്ല. ഇൻവോൾവ് ആയ മസിൽസ് വളരെ കുറവാണ്. അപ്പൊ റണ്ണിങ് ഒരു നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റന്റ് ട്രെയിനിങ് അല്ല. പിന്നെ നമുക്ക് അറിയാം സ്വിമ്മിങ് ഒക്കെ വളരെ ചുരുക്കം ആളുകൾ ചെയ്യുന്നുള്ളൂ. അത് എക്സർസൈസിന് വേണ്ടി ആളുകൾ ചെയ്യണമെന്ന് അറിയാം. നല്ലൊരു കാർഡിയോ എക്സർസൈസ് ആണ്. നല്ല ഗ്ലൂക്കോസും എനർജിയൊക്കെ ആവശ്യമുള്ള എക്സർസൈസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു എക്സർസൈസ് ആണെന്ന് പറയാം. റണ്ണിനേക്കാളും ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബോഡി പാർട്സ് ഇൻവോൾവ് ആണ്, ഈ അപ്പർ ബോഡിയൊക്കെ ഇൻവോൾവ് ആണ് സ്വിമ്മിങ്ങിൽ. പക്ഷെ സ്വിമ്മിങ് നമുക്കറിയാം പ്രായോഗികമായിട്ട് സ്വിമ്മിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ അങ്ങനെ പല കാര്യങ്ങളൊക്കെ സ്വിമ്മിങ്ങിനുള്ളത് കൊണ്ട് അതൊരു നല്ല എക്സർസൈസ് ആയിട്ട് എപ്പോഴും എക്സർസൈസ് എന്ന രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നമ്മുടെ ബാക്ക് ബോണിനും അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ബാക്കിനൊക്കെ നല്ലൊരു എക്സർസൈസ് ആണ് സ്വിമ്മിങ്. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അത് പ്രാക്ടിക്കലി എല്ലാവർക്കും പോസിബിൾ ആണെന്നില്ല. റണ്ണിങ്ങിനേക്കാൾ കുറച്ചും കൂടി മസിൽസ് ഇൻവോൾവ് ആണെന്ന് മാത്രം. എന്നാൽ പോലും ഫുൾ മസിൽസിന്, നമ്മുടെ ബോഡിയിൽ എല്ലാ മസിൽസിനും സ്വിമ്മിങ് ഇന്റൻസിറ്റിയോ ഇൻവോൾവ്മെന്റോ കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾക്കുള്ളതാണ് അറിയാവുന്നതാണ് ഗെയിംസ്. ചിലർ ബാഡ്മിന്റൺ കളിക്കാൻ പോകും, ചില ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോകും. ഇതിലെല്ലാത്തിനും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്നവൻ എന്നും ഒരേ സ്റ്റൈലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്നവൻ അവൻ എന്നും ഒരേ സ്റ്റൈലാണ് കളിക്കുന്നത്, ഒരേ മസിൽസ് തന്നെയാണ് എന്നും അവന്റെ ഇൻവോൾവ് ആ കളിയിൽ. അവനൊരു ചേഞ്ച് ഇല്ല. ഒരു ഫുട്ബോൾ കളിക്കുന്നവന് ഒരു ഏകദേശം റണ്ണിങ് തന്നെയാണ്. ലോവർ ബോഡിക്ക് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്, അപ്പർ ബോഡി കുറവാണ്. അവരുടെ ഗ്ലൂക്കോസ് ഒക്കെ ഒരുപാട് ബേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുട്ബോളിലും ക്രിക്കറ്റിലും വോളിബോളിലും ഒക്കെ ഉള്ള എല്ലാ പ്ലെയേഴ്സും അവരുടെ മസിലിന് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ജിമ്മിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണ്. കാരണം അവരുടെ മസിലിന് നല്ല ശക്തിയും കരുത്തും കിട്ടണമെങ്കിൽ അവർ ജിമ്മിൽ പോകുന്നു. കാരണം അവർക്ക് ഈ ഗെയിംസിൽ ഫുട്ബോളിലും വോളിബോളും ഒന്നും മസിലിന് കരുത്തും ഇതും വെക്കുന്നില്ല, സൈസും കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഗെയിംസ് വേണമെങ്കിൽ നല്ലൊരു കാർഡിയോ എന്ന് പറയാം. കാരണം ഫുട്ബോളൊക്കെ, ക്രിക്കറ്റും ഇതൊന്നും അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ഫുട്ബോളൊക്കെ വേണമെങ്കിൽ നല്ലൊരു കാർഡിയോ. കാരണം 1.5 മണിക്കൂറിൽ അത്യാവശ്യം അരമണിക്കൂറെങ്കിലും 20 മിനിറ്റ് ഒരു വ്യക്തി ഓടുന്നുണ്ടാവും. അപ്പൊ ഒരുപാട് ഗ്ലൂക്കോസ് ബേൺ ചെയ്യുന്നുണ്ട്, നല്ലൊരു കാർഡിയോ എന്ന് പറയാം. പക്ഷെ അവരുടെ കളിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള മസിലുകളുടെ ശതമാനം വളരെ കുറവാണ്. ഒരു മാക്സിമം 10% മസിലുകളൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ. യോഗ എന്താണ്? ഒരുമാതിരി യോഗാസനങ്ങളെല്ലാം സ്ട്രെച്ചിങ് എക്സർസൈസുകളാണെന്ന് പറയാം. അതായത് നമ്മുടെ മസിലിനെ റിലാക്സ് ചെയ്യുകയും വലിച്ചു നീട്ടുകയും ചെയ്യുന്ന എക്സർസൈസുകളാണ് യോഗ. യോഗയുടെ നമ്മൾ ചെയ്താൽ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും സ്റ്റിഫ്നെസ് ഉണ്ട്, നമ്മുടെ ജോയിന്റുകളിലൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ട്, മസിലൊക്കെ സ്റ്റിഫായി കിടക്കുന്നുണ്ട്, അങ്ങനെ സ്പാസമുകളൊക്കെ ഉണ്ടാവും പല സ്ഥലം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സേഷനും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടും യോഗ ചെയ്താൽ. പക്ഷേ യോഗ ഒരിക്കലും ഒരു മസിലിന് ഒരു ഇന്റൻസിറ്റി കൊടുക്കുന്നില്ല. യോഗയിൽ കുറെ ബോഡി വെയിറ്റ് എക്സർസൈസുകൾ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ പല മസിലിനും സ്ട്രെങ്ത് കിട്ടും, ഒരു പരിധി വരെ. പക്ഷെ അവിടെയും യോഗയ്ക്കും പരിമിതി ഉണ്ട്. കാരണം പ്രോഗ്രസീവായിട്ട് ഓവർലോഡ് ചെയ്യാൻ യോഗയിൽ സൗകര്യമില്ല. ചില മസിലുകൾക്കൊക്കെ ഒരു പരിധി വരെ ശക്തി കൂട്ടും, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ യോഗയും നമുക്ക് ഹാബിറ്റ് ആവും. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ നടത്തമായിക്കോട്ടെ, റണ്ണിങ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരം ഒരേ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരം അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓവർലോഡ് കൊടുക്കണം. ഓവർലോഡ് കൊടുത്താലേ അവിടെ വീണ്ടും സ്ട്രെസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ശരീരത്തിനോട് അഡാപ്റ്റ് ചെയ്യും. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്ട്രെസ് കൊടുക്കണം, എന്നാലേ അത് വീണ്ടും വീണ്ടും ശക്തി കൂടി വരുള്ളൂ. അപ്പൊ യോഗയിൽ പ്രത്യേകിച്ചാൽ യോഗയിൽ ഓവർലോഡ് ചെയ്യാനുള്ള ഇതില്ല. യോഗ ഒരു നല്ലൊരു ഫുൾ ബോഡിക്ക് നല്ലൊരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ല. യോഗയ്ക്ക് മറ്റുള്ള പല ഗുണങ്ങളുണ്ടാവും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന ആംഗിളിൽ, മസിലിന്റെ വലിപ്പവും ശക്തിയും കൂട്ടുന്ന ആംഗിൾ എന്ന് ഞാൻ പറയണത് യോഗ നല്ലൊരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ല. അപ്പൊ ഏതാണ് യഥാർത്ഥ പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ്? ഇനി എന്താണ്? നിങ്ങൾക്കൊക്കെ കോമൺ സെൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് വേറെ ഒന്നല്ല, ജിമ്മാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ജിമ്മിൽ മാത്രമേ നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ പല മസിലുകളിലേക്കും കോമൺ ആയിട്ട് ചെയ്യാവുന്ന കോമ്പൗണ്ട് എക്സർസൈസുകൾ, ഓരോ മസിലുകളെയും ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് മസിലുകൾക്ക് ഐസൊലേറ്റഡ് എക്സർസൈസുകൾ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അവിടെ നമുക്ക് സ്ട്രെച്ചിങ് എക്സർസൈസുകൾ അവൈലബിൾ ആണ്, റിലാക്സേഷൻ എക്സർസൈസുകൾ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് കാർഡിയോ ആണെങ്കിൽ കാർഡിയോ മാത്രം ചെയ്യാം. എല്ലാ
ബോഡി പാർട്ടിനും അവിടെ നമുക്ക് എക്സർസൈസുകൾ അവൈലബിൾ ആണ്. അതിന് മാത്രമല്ല ജിമ്മിൽ എന്താ ചെയ്യുന്നത്, ഒരു ബോഡി പാർട്ടിന് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ 2 ദിവസം വേറെ ബോഡി പാർട്ടിന് അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കൈക്ക് ചെയ്താൽ പിന്നെ 2, 3, 4 ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് കൈക്ക് എക്സർസൈസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജിമ്മിൽ തന്നെയാണ്. പക്ഷെ ജിമ്മിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബോഡി ബിൽഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആംഗിളിൽ കൂടെ നോക്കരുത്. അത് ഒരു വിഭാഗം ആള് പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഹെൽത്ത് ആരോഗ്യം, അതിന് നമ്മുടെ മസിൽ വലുതാക്കണമെങ്കിൽ, മസിൽ കരുത്തുള്ളതാക്കണമെങ്കിൽ, മസിലിൻ്റെ കരുത്തും വലിപ്പവും കൂട്ടി ജീവിതശൈലി രോഗങ്ങളെ തടഞ്ഞു നിർത്തണമെങ്കിൽ, പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ജിമ്മ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ജിമ്മാണ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ് നല്ല പ്രോഗ്രസീവ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഈ ജിമ്മിൽ ഇഞ്ചുറിയുടെ ഒരു സാധ്യതയും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റണ്ണിങ് നല്ലൊരു കാർഡിയോ എക്സർസൈസ് ആണ്. റണ്ണിങ്ങിനേക്കാൾ നല്ലൊരു കാർഡിയോ എക്സസൈസ് വേറെ ഇല്ല, ബെസ്റ്റ് എക്സർസൈസ്. പക്ഷെ റണ്ണിങ്ങിന് അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് വളരെ റിസ്ക്കിയാണ്. കാരണം ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ റണ്ണിങ്ങും ജിമ്മും വെച്ച് നോക്കുകയാണെങ്കിൽ റണ്ണിങ്ങിന് ഒരു 90% റിസ്ക് ചാൻസ് എന്ന് വെച്ചാൽ ജിമ്മിന് 10% ഉള്ളൂ. പക്ഷെ ജിമ്മിലും റിസ്ക് ചാൻസ് ഉണ്ട്, ഇഞ്ചുറി ചാൻസ് ഉണ്ട്. പക്ഷേ അത് ജിമ്മിൽ എക്സർസൈസുകളുടെ കുഴപ്പം കൊണ്ടല്ല, അത് ചെയ്യുന്ന നമ്മളുടെ തിടുക്കവും ആർത്തിയും അറിവ് കുറവുകൊണ്ടാണ്. എല്ലാവരും ജിമ്മിൽ ജോയിൻ ചെയ്യാം, എല്ലാവരും ആഗ്രഹം പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് ഒരു ബോഡി ബിൽഡ് ചെയ്യണം. അതാണ് അതിന്റെ മെയിൻ കാരണം. ആ ഒരു തിടുക്കവും ആർത്തിയാണ് നമുക്ക് ജിമ്മിൽ നിന്ന് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടാത്തതിന്റെയും ഇഞ്ചുറി വരുന്നതിന്റെയും ഒരു പ്രധാന കാരണം. നമ്മൾ നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരുമാതിരി എല്ലാ ബോഡി പെയിനുകളും മസിൽ സ്പാസങ്ങളും ജോയിന്റുകളെല്ലാം ജിമ്മിൽ എക്സർസൈസ് വഴി നമുക്ക് മാറ്റാം. പക്ഷെ നമ്മൾ പ്രോപ്പർ ഫോമിലായിരിക്കണം ചെയ്യേണ്ടത്, പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷനിലായിരിക്കണം ചെയ്യേണ്ടത്, പ്രോപ്പർ വെയിറ്റിലായിരിക്കണം ചെയ്യേണ്ടത്. ജിമ്മിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ പരമാവധി വെയിറ്റ് കൂട്ടി, അവരെ കാര്യം ഈ വെയിറ്റ് കൂട്ടി എക്സർസൈസ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ പറയുന്ന അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഞാനൊരു 25 കൊല്ലം മുന്നാണ് ഞങ്ങളുടെ നാട്ടിൽ മാളയിൽ ഒരു ചെറിയ പവർ പ്ലസ് എന്ന് പറയുന്ന ജിമ്മിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്നാൽ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ലഘുലേഖ തരും. ആ ലഘുലേഖയിൽ കുറെ വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തൊരു വാചകം ഇതാണ്: റോമ സാമ്രാജ്യം നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. അതായത് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ സിംഗിൾ ഡേ, 1 ഡേ എന്നൊക്കെ പറഞ്ഞൊരു പ്രോവർബ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പ്രോവർബ്. അതിന്റെ ഒരു മലയാള പരിവർത്തനമാണത്. ഇത് വളരെ ഇന്നും ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പദമാണത്. എനിക്ക് ജിമ്മിൽ പോകുന്ന ആളുകളോട് പറയാനുള്ളത് തന്നെയാണ്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ 1 ഡേ. അതായത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ലോങ് ജേണിയാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടും. നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള ഗുണങ്ങളെല്ലാം കിട്ടും. ഗ്ലൂക്കോസ് ബേൺ ചെയ്യുന്നു, കൊളസ്ട്രോൾ കുറയും, അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കുറയും, കൊളസ്ട്രോൾ കുറയും, അങ്ങനെയുള്ള ഇതുകളൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ നല്ലൊരു ഹെൽത്തി ബോഡിയിലേക്ക് എത്തണമെങ്കിൽ അതൊരു ലോങ് ജേണിയാണ്. സ്ലോ സ്റ്റഡി ആൻഡ് വിൻസ് ദ റേസ്. അതായത് നിങ്ങൾ ക്ഷമയോടെ, നിങ്ങൾ ജിമ്മിൽ ചെന്നാൽ ക്ഷമയോടെ ഇൻസ്ട്രക്ടർമാർ പറയുന്നത് കേട്ട് പതുക്കെ ചെറിയ വെയിറ്റ് ഒക്കെ ഇട്ട് പതുക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക, പ്രോഗ്രസീവായിട്ട് ലോഡ് കൂട്ടിക്കൊണ്ടുവരിക, നിങ്ങളുടെ ബോഡിയും മസിലും ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ ജിമ്മിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പെണ്ണുങ്ങളൊക്കെ ജിമ്മിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു 5 കിലോ വെയിറ്റ് ഒക്കെ അവരുടെ എക്സർസൈസ് ചെയ്യുമ്പോഴേക്കും അവർക്ക് അപ്പോഴേക്കും 5 കിലോനാ ഞാൻ എങ്ങനെ ചെയ്യാ, അവർക്ക് ആകെ ഒരു നാണമാണ്. 5 കിലോ വരുമ്പോഴേക്കും ഒരു 5 ബാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാറ് പൊട്ടിപ്പോവോ, ഡമ്പലിന് വേദന എടുക്കോ എന്നൊക്കെയാണ് അവരുടെ വിചാരം. 80 കിലോ ഉള്ള ഭർത്താവിനെ വീട്ടിൽ മലർത്തി അടിക്കുന്ന ടീമിലായിരിക്കുള്ളൂ. ജിമ്മിൽ വരുമ്പോൾ ഭയങ്കര നാണോ. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, റിസൾട്ട് ലേശം കുറയുന്നുള്ളൂ, ദൂഷ്യങ്ങളൊന്നുമില്ല. ഇനി ആണുങ്ങളുടെ കേസിലാണെങ്കിലോ, എക്സർസൈസ് ചെയ്യുന്നു എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഈ ജിമ്മിൽ ഞാൻ മാത്രം എക്സർസൈസ് ചെയ്യണുള്ളൂ, മറ്റുള്ളവരെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ധാരണയിൽ ഒരു 5 or 10 കിലോ എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു എക്സർസൈസ് അവനൊരു 25 കിലോ ഇട്ടിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുക, തണ്ടലിനും അവിടെ ഇവിടെയൊക്കെ ഇഞ്ചുറി കിട്ടും. അപ്പോൾ ജിമ്മിൽ ഇനി പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നവരോടും ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ: സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് വിൻസ് ദ റേസ്. അങ്ങനെ ചെയ്താൽ വലിയൊരു റോമ സാമ്രാജ്യമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സാമ്രാജ്യം പണിയാൻ മേടിച്ചു വെച്ചാൽ ഇഷ്ടികയും സിമെന്റും കമ്പിയൊക്കെ പകുതി വിലയ്ക്ക് കൊടുത്ത് കാശ് മേടിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.